കേണൽ ഡിന്നി, നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായി അവരുടെ വിജയം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതിനിടയിലാണ് പാക് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് വലിയ ആക്രമണം ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നും അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നു എന്നുമുള്ളത്. ഇപ്പോഴിതാ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു, പക്ഷേ അവർ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഇന്ത്യ മാനത്ത് കണ്ടു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. അത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളും നുണപ്രചാരണങ്ങളും അവർ തന്നെ പൊളിക്കുകയാണോ? ശ്രീ അഭിലാഷ്, നോക്കൂ, സത്യത്തിനെ നമ്മൾ എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും സത്യം അത് പുറത്തു വരും. അത് പല രീതിയിൽ വരും, പല ഭാവത്തിൽ വരും, പല സമയത്തും വരും. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ഉദാഹരണമാണ് പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന്റെ വായിൽ നിന്ന് തന്നെ ഭാരതത്തിന് എന്താണ് ചെയ്തത്, അതായത് ബ്രഹ്മോസ് വരെ ഫയർ ചെയ്തതെന്ന് ഷഹബാസ് ഷെരീഫ് തന്നെ പറയുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതിന്റെ വേണ്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ സൈനികമായിട്ടുള്ള DGMO ലെവലിലെ ഓഫീസേഴ്സ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ തെളിവ് സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവരുടെ ഈ ഒരു തിരിച്ചടി അവർക്ക് എങ്ങനെയെങ്കിലും ഈ നാണക്കേടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രവും ഫ്രം ഡേ 1 ആദ്യത്തെ ദിവസം തൊട്ടേ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് അവരൊരു ഡിസ്ഇൻഫോർമേഷനും മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ അവരെപ്പോഴും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം അവർ തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ പലപ്പോഴും ഈ സത്യം അവരറിയാതെ തന്നെ, ഇതും ഷഹബാസ് ഷെരീഫ് പറയണോന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, പക്ഷെ അവർ അറിയാതെ തന്നെ പുറത്തു വന്നതാണ്. ഇതിനു മുമ്പ് ഒരു ദിവസം ഷഹബാസ് ഷെരീഫ് തന്നെ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്നെ ജനറൽ അസീം മുനീർ വിളിച്ചു പറഞ്ഞു, ഭാരതത്തിന്റെ എയർഫോഴ്സ് പല സ്ഥലത്തും സ്ട്രൈക്ക് ചെയ്തു, രാവൽപിണ്ടിയിൽ സ്ട്രൈക്ക് ചെയ്തു എന്ന് അന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അപ്പം ഈ സത്യത്തിനെ മറച്ചു വെക്കാൻ സാധിക്കില്ല. അവരുടെ എയർബേസ് തകർത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് നമുക്ക് സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. വിദേശത്ത് നിന്നുള്ള ഏജൻസീസ് അതിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മളെ ആളുകൾ നമ്മളെ സാറ്റലൈറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കുറച്ചു നേരത്തേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രീ അഭിലാഷ് ഓരോ ദിവസവും അവരുടെ എത്രമാത്രം അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓരോ ദിവസവും റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏത് തലത്തിലുള്ള എയർക്രാഫ്റ്റ് ആയിരുന്നു അവരുടെ ആ ഹാങ്ങറിനകത്തുള്ള, അത് പണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമുള്ള വാല്യൂ ഉള്ള അസറ്റ്സ് ഒക്കെയാണ് ഇപ്പൊ ഓരോ ദിവസവും വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1971 ഇതുവരെ അവർ തോറ്റിട്ടില്ല, ഒരിക്കലും അവർ തോക്കാത്തൊരു യുദ്ധമാണെന്ന് പറയുന്ന ഒരു രാജ്യം തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പതുക്കെ അതിന്റെ സത്യങ്ങൾ പുറത്ത് അവരുടെ ഭാഗത്ത് തന്നെ വരും, അവരുടെ ആളുകൾ തന്നെ വരും എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാക്കുന്നുള്ളത്.